കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അച്ഛൻ വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ പാർട്ടി കാര്യങ്ങൾ കൂടുതലും നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര മാനസിക സംഘർഷത്തിലായിരുന്നു. അന്ന് ഒരു ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു അച്ഛനെ ദയിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷെ അച്ഛൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ അച്ഛൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, എന്നെ ദയിപ്പിക്കരുത്, എന്നെയും മകനെയും കുഴിയെടുത്ത് പൊതുശ്മശാനത്തിലെ സംസ്കരിക്കാവുള്ളൂ എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിലെ പ്രമുഖ 2 നേതാക്കന്മാരെ പേരും പറഞ്ഞു. അവര് കുടുംബയോഗം വിളിച്ച് കുടുംബത്തിനെതിരെ വഴിതിരിച്ചു വിടാൻ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞു എന്ന് നമ്മളെ കുടുംബം നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യമാണ്. നേരിട്ട് പോയി എല്ലാവരെയും കണ്ടിട്ടും എല്ലാവരും ആദ്യം നമ്മളോട് അവർ പറഞ്ഞത്, കാരണം ഈ പാർട്ടിനെ പറ്റി നമുക്കറിയാത്തോണ്ടായിരിക്കും ആദ്യം അവര് ഈ കത്ത് കാണിക്കുന്നതിന് മുന്നേ അവർ വേറെ കഥകളായിരുന്നു നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അച്ഛൻ അതിനകത്ത് അവര് പറഞ്ഞ കഥകൾ അച്ഛൻ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നേരെ ട്വിസ്റ്റ് ആവുക ചെയ്ത്. അപ്പോഴാണ് ഈ കത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളും അച്ഛനെ സംശയിച്ചു പോയേനെ. നിങ്ങൾക്ക് ആ കത്ത് വായിച്ചാൽ ശരിക്കും മനസ്സിലാവും, അവരെ ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ, അച്ഛൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കയ്യിൽ സ്വന്തമായിട്ട് ഭൂമിയില്ല, അതുകൊണ്ട് വിജയൻ കൊടുക്കണം എന്നുള്ള രീതിക്കാണ് അച്ഛനെ പറഞ്ഞു പറ്റിച്ചിട്ടാണ് അച്ഛൻ്റെ പേരിലുള്ള സാധനം വെച്ചിരിക്കുന്നത്.